ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നിങ്ങളുടെ ചില വീഡിയോസിൽ എൻ്റെ ചില വീഡിയോസിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഷോർട്സിൽ നോക്കുമ്പോൾ ഞാൻ ഈ പുസ്തകമായിരിക്കില്ല മിക്കവാറും അതിൽ യൂസ് ചെയ്തിട്ടുണ്ടാവുക. കാരണം ആ വീഡിയോസിൽ ഞാൻ എന്തിനാ ഈ ബുക്ക് യൂസ് ചെയ്തെന്നറിയോ? കാരണം എനിക്ക് ഇത് വീണ്ടും വീണ്ടും വായിക്കാനുള്ളൊരു ടെൻഡൻസി കൂടുതലാണ്. പക്ഷെ എനിക്ക് എന്നും ഞാൻ വീട്ടിലില്ലാത്തതുകൊണ്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് വായിക്കാൻ പറ്റില്ല. പക്ഷെ എനിക്കിതൊന്ന് പോർട്ടബിൾ ആയതുകൊണ്ട് ട്രാവൽ ചെയ്ത് എടുക്കായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് തന്നെ വായിക്കുമ്പോഴായിരുന്നു എനിക്ക് ആ ഒരു ഫീൽ, ഇത് കംപ്ലീറ്റ്ലി ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് നമുക്ക് ചില സ്ഥലത്തിരുന്ന് ചില ബുക്സ് വായിക്കുമ്പോൾ ഒരു ഫീലിങ്സ് ഉണ്ടാവില്ലേ, അപ്പോൾ അങ്ങനെ ഒന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മധു ക്രിയേറ്റീവ്സ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പം ഞാൻ ഇന്ന് പറയാൻ വരുന്നത്, നമ്മളെല്ലാവരും സ്വപ്നങ്ങൾ കാണാറുണ്ട് അല്ലേ? സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങളെ കുറിച്ചാട്ടോ ഞാൻ പറയുന്നത്. അതായത് ഇപ്പൊ രാത്രി കിടന്നുറങ്ങി നമ്മൾ ഒരു രാവിലെ ആകുമ്പോൾ ഒരു മോർണിംഗ് ടൈമിൽ നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ, അത് എത്ര മിനിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു ഇതൊന്നും അറിയില്ല. നമ്മൾ പലതരത്തിലാണ് കാണുന്നത്. അപ്പൊ ഇതിനെ കുറിച്ചെല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു ബുക്കാണ് ഈ ഇന്റർപ്രിറ്റേഷൻസ് ഓഫ് ഡ്രീംസ് എന്ന് പറയുന്നത്. നമ്മുടെ സൈക്കോളജിയുടെ ഫാദറായ സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് ഇതിനെ കുറിച്ചിട്ട് എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഇതില് അന്ന് വായിച്ചത് എത്ര പേജസ് ആണെന്നറിയോ? ആക്ച്വലി ഒരു 3 പേജസ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷെ പെട്ടെന്ന് നമുക്ക് എല്ലാം വായിച്ചത് മൈൻഡിൽ ഇങ്ങനെ നിൽക്കണം എന്നില്ല. ബട്ട് ഒന്നുകൂടി ബുക്ക് എടുത്ത് വായിച്ചിട്ട് എക്സ്പ്ലനേഷൻ തരുവാണെങ്കിൽ നന്നായിരിക്കും. പക്ഷെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ലെക്ചർ മോഡിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്ക് ബോറടിക്കുന്ന അറിയാം. ബട്ട് ഇതിൽ നമ്മള് മനുഷ്യന്മാരുടെ സ്വപ്നങ്ങളെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം കേട്ടോ ഇതിൽ പറയുന്നത്. പിന്നെ ഇതില് കുറെ എക്സാമ്പിൾസും കാര്യങ്ങളും ഡ്രീം എങ്ങനെ വരുന്നു എല്ലാ കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. അതായത് ഇപ്പോ ഇതിൽ ആദ്യം പറയുന്നത് 12ാമത്തെ പേജില്, ഇത് എത്രാമത്തെ എഡിഷൻ ആണെന്നറിയോ? ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ നോക്കട്ടെ. 2021 എഡിഷൻ ആട്ടോ. അതായത് ഇതില് ഈ 2021 എഡിഷനില് പേജ് നമ്പർ 12 പറയുന്നുണ്ട്. അതായത് ദ റിലേഷൻ ഓഫ് ദി ഡ്രീം ടു ദ വേക്കിംഗ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഉറക്കത്തിന് എണിക്കുന്ന ഒരു സ്റ്റേറ്റിലോട്ട് എത്തുമ്പോൾ എങ്ങനെയാണ് സ്വപ്നം വരുന്നത്, അതായത് അതും സ്വപ്നത്തിനും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് നോക്കുന്നത്. അപ്പൊ ഞാൻ അതൊന്ന് വായിച്ചു വിടാട്ടോ. ഞാൻ അധികം എന്തായാലും പ്രൊലോങ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ബോറടിക്കുന്ന അറിയാം. അപ്പൊ ഞാൻ ജസ്റ്റ് ആ ഒരു പാരഗ്രാഫ്, അതായത് 1 പാരഗ്രാഫ് മാത്രം വായിച്ചിട്ട് ഞാൻ ഒന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ചിലപ്പോൾ സെന്റൻസ് ആയിട്ട് വായിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും, അല്ലെങ്കിൽ ആ പാരഗ്രാഫ് മുഴുവനായിട്ട് വായിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും കേട്ടോ. The late judgment of the dreamer on waking assumes that the dream, even if does not come from another world, has at all events transported the dreamer into another world. അതായത് ഒരു ഡ്രീമർ, അതായത് ഒരു വ്യക്തി സ്വപ്നം കാണുന്ന സമയത്ത് ഇയാൾ അസ്യൂം ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? അതായത് ഈ സ്വപ്നം നമ്മളെ മറ്റൊരു ലോകത്തിലോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പൊ ഇതിലെല്ലാ ഇവന്റ്സും, അതായത് ഈ സ്വപ്നത്തിൽ കാണുന്ന എല്ലാ ഇവന്റ്സും എന്ത് ചെയ്യാണ്? ഈ ഡ്രീം പറയുന്ന മറ്റൊരു ലോകത്തിലോട്ട്, അതായത് സ്വപ്നം എന്ന് പറയുന്ന മറ്റൊരു ലോകത്തിലോട്ട് നമ്മളെ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകണം. നമ്മുടെ മനസ്സിൽ കാണുന്നത്, അതായത് ഇപ്പൊ ഞാനൊരു സ്വപ്നം കാണുകയാണ്, ഒരു കാട്ടിലേക്ക് പോകുന്ന ഒരു സ്വപ്നം. ഇന്നേ വരെ കാണാത്തൊരു കാടാണ് ഞാൻ ആ സ്വപ്നത്തിൽ കാണുന്നത്. അപ്പൊ പുതിയൊരു ലോകത്തിലേക്ക് എന്റെ മനസ്സ് എന്ത് ചെയ്യാണ്? ആ സ്വപ്നത്തിലോട്ട് അതായത് ആ വേറൊരു ലോകത്തിലോട്ട് എന്നെ കൊണ്ടുപോവുകയാണ്. The old physiologist Burdach, to whom we were indebted for a careful and discriminating description of the phenomena of dreams, expressed this conviction in a frequently quoted passage. ബർഡച്ച് എന്ന് പറയുന്ന ആള് ഒരു ഫ്രീക്വന്റ് ആയിട്ട് ഒരു പാസേജിൽ കോട്ട് ചെയ്തിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. The waking life with its trials and joys, its pleasures and pains is never repeated. അതായത് നമ്മൾ വേക്കിംഗ് ലൈഫ് എന്ന് പറയുന്ന ആ ഒരു ടൈമില് അതിൽ വരുന്ന ട്രയൽസും ജോയ്സും പ്ലഷേഴ്സും പെയിൻസും റിപ്പീറ്റ് ആവുന്നില്ല. ഓൺ കോൺട്രറി, അതായത് ഓപ്പോസിറ്റ് ആയിട്ട് എന്താ നടക്കുന്നത്? ദി ഡ്രീം എയിംസ് അറ്റ് റിലീവിംഗ് അസ് ഓഫ് ദീസ്. അതായത് നമുക്കുണ്ടാവുന്ന പ്ലഷർ ആണെങ്കിലും പെയിൻ ആണെങ്കിലും നമ്മുടെ സന്തോഷങ്ങളാണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും സ്വപ്നത്തിലൂടെ ഇത് നമ്മുടെ ഉള്ളിലുള്ള ആ ഇമോഷൻ അത് പുറത്തേക്ക് ആ സ്വപ്നത്തിലൂടെ അത് റിലീഫായി വരികയാണ്. ഇപ്പൊ ഞാനൊരു കാര്യം ഓർത്ത് പേടിച്ച് കിടക്കുകയാണ്. ആ പേടി കംപ്ലീറ്റ് ആയിട്ട് ഒരു ആ റിലീഫ് പോകുന്നത് ഒരു ഹൊറർ ആയിട്ടുള്ള ഒരു ഡ്രീം കാണുമ്പോഴാണ് പോകുന്നതെങ്കിൽ, അപ്പൊ ഹൊറർ ആയിട്ടുള്ള ഡ്രീം കാണുമ്പോൾ അത് പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ആ ഡ്രീമിനെ, അതായത് എന്റെ ഉള്ളിലുള്ള ആ ഒരു പേടിയെ കംപ്ലീറ്റ് ആയിട്ട് റിലീസായി പോകുന്നത്.
അതിപ്പോ ഒരു ഹൊറർ തന്നെ ആവണമെന്നില്ല, ഏത് ടൈപ്പ് ഓഫ് ഇമോഷൻ വേണമെങ്കിലും നമുക്ക് ആവാട്ടോ. ഇനി ദ വേക്കിംഗ് ലൈഫ് വിത്ത് ഇറ്റ്സ് ട്രയൽസ് ആൻഡ് സോറി ഞാൻ വായിച്ചതാണ്. Even when our whole mind is filled with one subject, when our hearts are rent by bitter grief, or when some task has been taxing our mental capacity to the utmost, the dream either gives us something entirely alien. അതായത് സ്വപ്നം എന്നും നമുക്ക് ചിന്തിക്കുന്നതിൽ അപ്പുറമായിരിക്കില്ലേ. അതായത് ഏലിയൻ എന്ന് പറഞ്ഞാൽ എന്താ, അന്യഗ്രഹ ജീവികൾ. അതായത് ഇപ്പോ നമ്മുടെ സ്വപ്നത്തിൽ നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇപ്പോ സ്വപ്നത്തിലൂടെ ഇപ്പൊ എനിക്ക് പല്ല് മുളയ്ക്കുന്നു, കൊമ്പ് വരുന്നു, ഇങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെയാണ് ഞാൻ കാണുന്നതെങ്കിൽ ഇതൊക്കെ റിയൽ ആണോ? റിയൽ അല്ല, നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറമായിട്ടായിരിക്കും. അതായത് കോമ്പിനേഷൻസ് ഓൺലി എ ഫ്യൂ എലമെന്റ്സ് ഓഫ് റിയാലിറ്റി കുറച്ച് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. പക്ഷെ ഇത് റിയാലിറ്റിയെ സിംബലൈസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ മൂഡിനെ അവിടെ സെലക്ട് ചെയ്യണം. അതായത് നമ്മുടെ ശരീരത്തിലോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നടക്കുന്ന പ്രവൃത്തിയെയാണ് അവിടെ പറയുന്നത്. ഇനി GH ഫിച്ചെ എന്ന് പറഞ്ഞിട്ട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, സ്പീക്സ് ഇൻ പ്രിസൈസ്ലി ദ സെയിം സെൻസ് സപ്ലിമെന്ററി ഡ്രീംസ്, കോളിംഗ് ദം വൺ ഓഫ് ദ സീക്രറ്റ് സെൽഫ് ഹീലിംഗ് ബെനിഫിറ്റ്സ് ഓഫ് ദ സൈക്കെ. അതായത് ഒരു സൈക്കെ പറയുന്നത് എന്താണ്, മൈൻഡ്. അപ്പൊ മൈൻഡിനെ സെൽഫ് ഹീൽ ചെയ്യുന്നൊരു പ്രോസസ്സാണ് ഡ്രീം എന്ന് പറയുന്നത് എന്നാണ് അയാളുടെ ഒരു ഒപ്പീനിയനിൽ പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് വന്നിട്ട് എൽ സ്റ്റംപൽ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. ഹി എക്സ്പ്രസസ് ഹിംസെൽഫ് ടു ദ സെയിം എഫക്ട് ഇൻ ദിസ് നെറ്റോർ ആൻഡ് എൻസ്റ്റെൻഹങ് ഡ ട്രോമെ. ഇത് ഏതോ ഒരു ലാംഗ്വേജ് ആണ് കേട്ടോ, അത് കറക്റ്റായിട്ട് പ്രൊണൗൺസ് ചെയ്യാൻ കിട്ടുന്നില്ല എനിക്ക്. എ സ്റ്റഡി വിച്ച് ഇസ് ഡിസേർഡ്ലി ഹെൽഡ് ഇൻ ഹൈ എസ്റ്റീം. അതായത് ഒരു ഹൈ എസ്റ്റീം ആയിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് പറയുന്നത്. ഹി ഹു ഡ്രീംസ് ടേൺസ് ഹിസ് ബാക്ക് അപ്പോൺ ദ വേൾഡ് ഓഫ് വേക്കിംഗ് കോൺഷ്യസ്നെസ്. അതായത് കോൺഷ്യസ്നെസ്സിലോട്ട് എത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്യാണ്, നമ്മളെ ഒരു ഡ്രീമിലോട്ട് പോവുകയാണ്. ഇനി ഇത് ഡ്രീം മെമ്മറി ഓഫ് ദ ഓർഡർലി കോണ്ടന്റ് ഓഫ് വേക്കിംഗ് കോൺഷ്യസ്നെസ് ആൻഡ് ഇറ്റ്സ് നോർമൽ ബിഹേവിയർ ഇസ് ഓൾമോസ്റ്റ്ലി എൻറ്റയർലി ലോസ്റ്റ്. അതായത് നമ്മുടെ ആ ഒരു നോർമൽ ബിഹേവിയർ കോൺഷ്യസ്നെസ് വരുമ്പോഴത്തേക്കും നമ്മൾ ആ വേൾഡിൽ നിന്ന് പിന്നെ പുറത്തേക്ക് വരികയാണ്. ഇപ്പൊ ഞാൻ സ്വപ്നം കണ്ടു, പെട്ടെന്ന് കണ്ണു തുറന്നു, അപ്പൊ ആ ലോകത്തിൽ നിന്ന് പെട്ടെന്ന് പുറത്തേക്ക് വരും. നമുക്ക് ആ കണ്ടതെല്ലാം നമുക്ക് പെട്ടെന്ന് ലോസ്റ്റ് ചെയ്യണം. അയ്യോ ഇനി ആ ഒരു വേൾഡിലോട്ട് പോകാൻ പറ്റുന്നില്ലല്ലോ, നമ്മൾ ആ ഉറക്കത്തിന്റെ ആ ഒരു മോർണിംഗ് ടൈമിലുള്ള ഒരു സ്റ്റേറ്റിൽ നമ്മൾ ചിന്തിക്കൂല അങ്ങനെ. ഇനി ഇത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആൻഡ് അൺഎൻകംബേർഡ് ഐസൊലേഷൻ ഓഫ് ദ സൈക്കെ ഇൻ ദ ഡ്രീം ഫ്രം ദ റെഗുലർ നോർമൽ കോണ്ടന്റ് ആൻഡ് കോഴ്സ് ഓഫ് ദ വേക്കിംഗ് സ്റ്റേറ്റ്. അതായത് ഇതിലെന്താണ്, ഓൾമോസ്റ്റ് നമ്മൾ ഡ്രീം ഇവിടെ കംപ്ലീറ്റ് ആണ്. ഇനി നെക്സ്റ്റ് വന്നിട്ട് എൻകംബേർഡ് ഐസൊലേഷൻ. അതായത് ഒരു ഐസൊലേഷൻ നമ്മുടെ മൈൻഡിലൂടെ പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. സൈക്കിക്ക് എന്താണ് ഇവിടെ ഒരു ഐസൊലേഷൻ വരികയാണ്, ഒരു ഒറ്റപ്പെടൽ വരികയാണ്. ഇൻ ദ ഡ്രീം ദാറ്റ് റെഗുലർ നോർമൽ കോണ്ടന്റ് ആൻഡ് കോഴ്സ് ഓഫ് ദ വേക്കിംഗ് സ്റ്റേറ്റ്. അപ്പൊ നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് ഈ ബുക്കൊന്ന് എടുത്ത് വായിച്ചപ്പോൾ അതിൽ ഞാൻ വായിച്ചൊരു കാര്യം നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാന്ന് പറഞ്ഞിട്ട് പറഞ്ഞതാണ്. പിന്നെ നിങ്ങൾക്ക് എന്റെ യൂട്യൂബിലെ കോണ്ടന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പേഴ്സണൽ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ എന്റെ കോണ്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു Q&A ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. ഞാനപ്പോ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ എന്തായാലും അത് കൊടുക്കാം, ഒരു പോസ്റ്റ് കൊടുക്കാം കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലോട്ട് ഒന്ന് കമന്റ്സ് ആയിട്ട് ഇട്ടോളൂ കേട്ടോ. പിന്നെ കുറച്ച് ഫണ്ണി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും കുറച്ച് Q&A ചെയ്യണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു Q&A ചെയ്യണം എന്നാണ് എനിക്ക് ആഗ്രഹം. അപ്പൊ ഞാൻ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ സെലക്ട് ചെയ്തിട്ട് അത് ഇങ്ങനെ ആൻസർ പറയാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഡെഫിനറ്റ് ആയിട്ട് ഒരു Q&A എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ അതിൽ കമന്റ് ചെയ്യോട്ടെ. ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടാം കേട്ടോ. അപ്പൊ താങ്ക് യു.